മക്കളെ പബ്ലിക് എക്സാമിന് 14 മാർക്കിനാണ് അരിതമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ക്വസ്റ്റ്യൻ ഉള്ളത്. അതിലെ 3 മാർക്കിന്റെ ചോദ്യം ഇങ്ങനെ ആയാലോ നോക്കാം നമുക്ക്. ഓക്കെ, ഒരു അരിതമാറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നു. വരാൻ സാധ്യത അത്രയും കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അരിതമാറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം തന്നു 3n-2 ആണ്, 3n-2 ആണ്. ചോദിച്ചുള്ളത് ഫസ്റ്റ് ടേം ഓഫ് ദി അരിതമാറ്റിക് സീക്വൻസ്. ഇതിൽ ആദ്യ പദം എത്ര? സിമ്പിൾ അല്ലേ, 3-ന്ന് 2 കുറച്ചാൽ മതി. ഉത്തരത്തിലാണ് 1. ഉത്തരത്തിലാണ് 1 ആണ്. 3-ന്ന് 2 കുറച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ കാണുന്നത് 1 കൊടുത്താൽ മതി. 3 × 1 - 2 ഉത്തരത്തിൽ തന്നെയാണ് 1 ആണ്. തെറ്റിക്കരുത്. 3 ചില കുട്ടികൾ ഡൗട്ട്, സാറേ 3n+2 ആയിരുന്നെങ്കിലോ? എന്താ സംശയം? ആദ്യ പദം ഫസ്റ്റ് ടൈം എന്തായിരിക്കും? 5 ആയിരിക്കും. 3-ഉം 2-ഉം കൂട്ടിയാൽ മതി, 5 എന്ന് കിട്ടി. അല്ലെങ്കിൽ എന്നിലേക്ക് 1 കൊടുത്താൽ മതി. രണ്ടാമത് പദം ചോദിച്ചാലോ? 3-ക്ക് 2 കൊടുത്താൽ മതി, സോറി എന്നിക്ക് 2 കൊടുത്താൽ മതി. അങ്ങനെയല്ല നമ്മൾ ഉത്തരമായിട്ടുണ്ട്. ആദ്യത്തെ 50 പദങ്ങളുടെ തുക. എഡിറ്റർ ഒന്ന് കാണണം. ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്. ആദ്യത്തെ 50 പദങ്ങളുടെ തുക ചോദിച്ചു. അപ്പോൾ പദങ്ങളുടെ തുക കാണാൻ സം കാണിക്വേഷൻ ആണ്. Sn = n/2 × x1 + xn അല്ലേ? മറന്നു പോയത്. Sn = n/2 × x1 + xn. ഇതാണ് തുക കാണാൻ സം കാണിക്വേഷൻ. നമ്മൾ ചോദിച്ചാൽ എന്താണ്? ആദ്യത്തെ 50 പദങ്ങളുടെ തുക. അപ്പൊ എന്നിലേക്ക് 50 കൊടുക്കുക. 50 = 50/2. ഇനിയോ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം ആദ്യ പദം എന്താണ്? നമുക്കറിയാം 1 ആണ്. പ്ലസ് xn അവസാന പദം, അതായത് 20ാമത്തെ പദം. എന്താണ് 20ാമത്തെ പദം? 20ാമത്തെ പദം അതാണ് xn. 20ാമത്തെ പദം കിട്ടാൻ നമ്മുടെ കയ്യിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. 3n-2 ആണ്. അപ്പം ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 3n-2 ആണ്. അപ്പം 3 × 20 - 2 3 × 20 60 ആണ്. 60-ന്ന് 2 പോയി കഴിഞ്ഞാൽ 60 നമ്മളോട് 20 ടേമല്ല, 50 ടേമല്ല. അപ്പൊ 50 എന്ന് കൊടുക്കണം. 50. അപ്പൊ 50. അപ്പൊ എന്ത് കൊടുക്കണം? 50. x 50 = 3 × 50 - 2. ഈസി. 3 × 50 150 - 2 148. 148 എന്ന് നമുക്ക് കിട്ടി. 148 ഈസി. അപ്പം 50/2 എത്ര ആയിട്ടുണ്ട്? 25 × 149. ഓക്കെ ആണല്ലോ. 25 × 149. ഏതൊരു നമ്പറിനെയും 25 കൊണ്ട് ഗുണിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. പകുതിൻ്റെ പകുതി എടുക്കുക, 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കാൻ 2 0 ഇട്ട് കൊടുക്കുക. അത് ഡെസിമൽ വരുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യിപ്പിച്ചാണ് 100 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ പകുതിൻ്റെ പകുതി എടുക്കുക, 2 0 ഇടുക. 149ൻ്റെ പകുതി ഞാൻ 149ൻ്റെ പകുതി എത്ര വരും? 70. 150 പകുതിയാണ് 75ആണ്. അപ്പോൾ 149ൻ്റെ പകുതി എത്ര വരും? 74.5 വരും. 74.5. ഇനി 74.5ൻ്റെ പകുതി 74 പകുതി വരും? 37. അപ്പോൾ 37 അല്ലേ? 37 വരുമ്പോൾ 37.25. 2 0 ഇട്ട് കഴിഞ്ഞാൽ 3725. ഏത് ഞാൻ ചോദിച്ച 74 മതി 37. 5ൻ്റെ പകുതി 2.5. 17.25. 100 കൊണ്ട് ഗുണിച്ചു. ആ 37.25 എന്ന് കിട്ടി. സിമ്പിൾ. ഏതൊരു സംഖ്യയെയും 25 കൊണ്ട് ഗുണിക്കാൻ പകുതിൻ്റെ പകുതി എടുക്കുക, 2 0. 48 × 25. 42ൻ്റെ പകുതി 24. 24 പകുതി 12. 2 0 1200. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പല എക്സാമ്പിൾസ് നിങ്ങളെടുത്ത് നോക്കിക്കോളൂ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെയോ 3 മാർക്കിന് ആയിരിക്കും. 3 മാർക്കിന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ഓക്കെ, കാത്തിരിക്കാം അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യനുമായി. താങ്ക് യു.